Greetings and welcome back to Brown Girl. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ലൈസ്ഡ് പോർക്കാണ്. നമ്മളുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഞാൻ ഇനി സ്ലൈസ്ഡ് പോർക്കാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ബെല്ലി ഫാറ്റിന്റെയാണ് എടുത്തിരിക്കുന്നത്. ഒരൊറ്റ പീസാണ് ഇത്. ആദ്യം നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേവിക്കുക. ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടുപോയി, അതിനുശേഷമാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പെപ്പർ പൗഡർ, പെപ്പർ, സോൾട്ട്, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നുമാണ് മാരിനേഷന് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ കുറച്ച് ഗരം മസാല കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 1/2 kg പോർക്കാണ്. അതിൽ ഞാനൊരു 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ എന്ന് പറയാം, ഓൾറെഡി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടുപോയി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ആൻഡ് 1 full ടീസ്പൂൺ സോൾട്ട് എടുത്തിട്ടുണ്ട്. ഇതിട്ടിട്ട് നമുക്കൊരു 1 hour മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഫാറ്റോടുകൂടി തന്നെ ചെയ്യുക. കാരണം ഇത് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭംഗി ആ ഫാറ്റ് 3 ലെയേഴ്സ് ആയിട്ട്, ഫാറ്റ്, മീറ്റ്, അങ്ങനെ ആ ലെയേഴ്സ് ആയിട്ട് വരുന്നത് കാണാനാണ് ഭംഗി. കഴിക്കാൻ നേരത്തെ ചിലർക്ക് ഇഷ്ടമാവില്ല ഫാറ്റ്, അങ്ങനെയുള്ളപ്പോൾ നിങ്ങളത് ഊരി മാറ്റിയാൽ മതി. ഇതിന്റെ ഫാറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷമല്ല കേട്ടോ. ഇത് ഞാനൊരു 1 hour വെക്കാൻ പോവാണ് മാരിനേഷൻ ചെയ്തിട്ട്. ആൻഡ് ഓൾസോ കുറച്ച് വിനിഗറും കൂടി ഇടണം, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഒരു 1 ടേബിൾ സ്പൂൺ വിനിഗർ ഒഴിക്കുവാണ് കേട്ടോ. ഇപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ച പോർക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ വേണ്ടിവരും എന്നാ തോന്നുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ അതിനുള്ള മസാല തയ്യാറാക്കുകയാണ്. ഒരു 2 ചെറിയ പച്ചമുളക് എടുത്ത് പൊടി പൊടിയായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ജിഞ്ചർ ഗാർലിക്, അതും എന്താ പറയാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ജിഞ്ചർ ആൻഡ് ഗാർലിക് പൊടിയെ അരിഞ്ഞത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെഗയ്ക്ക്, ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, 2 ടേബിൾ സ്പൂൺ നെഗയ്ക്ക് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വിസിൽ കഴിഞ്ഞു. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു 1/2 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് സോസ് ആണ്. കടുക് അരച്ചതിന്റെ പേസ്റ്റ് ആണ്. അത് ചുമ്മാ അരച്ചതല്ല, അതിലെന്തൊക്കെയോ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോ നാട്ടിൽ പണ്ട് മുസാഡ് എന്ന് പറയും, അത് പോർച്ചുഗീസ് ലാംഗ്വേജ് ആയിരിക്കണം. മുസാഡ് എന്നാണ് മസ്റ്റാർഡിനെ പറയുന്നത്. അപ്പൊ ഈ മസ്റ്റേർഡും കുറെ മസാലാസും വെള്ളുള്ളി, ജിഞ്ചർ എല്ലാം കൂടി ഇട്ട് ഒരു പേസ്റ്റ് ആക്കിയതാണ് ഇത്. ഇതൊരു 1/2 ടീസ്പൂൺ നമ്മൾ ഇതിൽ മിക്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വിനിഗർ ആണിത് കേട്ടോ. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് വിനിഗർ ഇട്ടു, ഇനി താളിച്ച് കഴിയുമ്പോൾ കുറച്ചിടണം. പിന്നെ ഒരു 2 ചെറിയ ഓണിയൻസ്, സവാള നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം, നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾക്ക് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിനെ നമ്മൾക്ക് ഇനി സ്ലൈസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കണം. കേക്ക് പീസ് കട്ട് ചെയ്യുന്ന പോലെ മുറിച്ചെടുക്കണം കേട്ടോ. നമ്മളുടെ പോർക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്, സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഓണിയൻ പേസ്റ്റും 2 ഓണിയൻ ഫ്രൈ ചെയ്ത് അതിന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇതൊന്ന് താളിക്കാൻ തുടങ്ങാം. ഇനി ആദ്യമേ പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഇതിനെ എരിവായിട്ടിടുന്നത്, മുളക് പൊടി ഇടുന്നില്ല. പച്ചമുളകിന്റെ എരിവൊന്നും മാറാൻ വേണ്ടിയിട്ട്
ക്രഷ് ചെയ്ത പച്ചമുളക്. ഞാനിപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കാം. അതിനുശേഷം ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. പലർക്കും പോർക്ക് കഴിക്കാൻ പേടിയാണ് കേട്ടോ. കാരണം പണ്ട് എനിക്ക് തോന്നുന്നു നമ്മളുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പഴയ ഇതില് പോർക്ക് കഴിക്കരുതെന്ന്. കാരണം അത് ബാക്ടീരിയസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അന്ന് പണ്ടൊക്കെ അതിനെ കഴിക്കരുതെന്ന് പറയുന്നത്. കാരണം അന്നൊക്കെ നമ്മൾ ഫാമൊന്നും ഇല്ലല്ലോ, അതിനെ തുറന്നിട്ടാണ് വളർത്തുന്നതും. ഇപ്പൊ ബാക്ടീരിയസ് എഫക്റ്റ് ആവാൻ ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഫാമിലിട്ടൊക്കെയല്ലേ വളർത്തുന്നത്. അപ്പോൾ ഇതിന്റെ കൺട്രോൾഡ് അതിന് കൊടുക്കുന്ന ഫുഡിന്റെ ഇതും ഒക്കെ ചേഞ്ചായി, അഴുക്ക് കഴിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾക്ക് അതില് കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പോർക്കൊക്കെ കഴിക്കുന്നുണ്ട്. എപ്പോഴും നമ്മളത് ഫ്രോസൺ ചെയ്തത്, അഴിഞ്ഞ് നടന്ന് വളർത്തുന്ന പോർക്ക് അധികം ഉപയോഗിക്കാതെ ഫാമുകളിൽ വളർത്തിയത് അത് നല്ലപോലെ ഡീപ്പ് ഫ്രീസ് ആയതായിരിക്കണം. കുക്കിംഗ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടി നല്ലപോലെ ഒന്ന് ഫ്രീസിങ് കൂടെ ചെയ്താണ്. അപ്പോൾ ഫ്രോസൺ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രോസൺ ചെയ്ത് വാങ്ങിക്കുക. ഇപ്പം നല്ലപോലെ തണുപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് നല്ല ചൂടിലുമാണല്ലോ നമ്മൾ വേവിക്കുന്നത്. അപ്പം അതിനൊരിക്കലും ബാക്ടീരിയയുടെ പ്രശ്നം ഇപ്പോൾ വരുന്നില്ല. ഇനി അടുത്തത് നമ്മൾക്ക് ഈ പൊടികളിടാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അതിനുശേഷം ഈ പേസ്റ്റ് അങ്ങോട്ട് ഇടുവാണ്. നമ്മൾ സവാള വറുത്ത് പൊടിച്ചു വെച്ചിരുന്ന ഓണിയൻ പേസ്റ്റ് കേട്ടോ. നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണിത്. പോർക്കിൽ ആക്ച്വലി പ്രോട്ടീൻ, ഹൈ ഇൻ പ്രോട്ടീൻ ആണ് കേട്ടോ. അതുപോലെ വിറ്റാമിൻസും മിനറൽസ് ഒക്കെ ഉള്ള റിച്ച് ആണ് അതില്. പ്രോട്ടീൻ, മിനറൽസ്, വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ്. ഹാർട്ടിനും നല്ലതാണ്. ബട്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കല്ല, കൊളസ്ട്രോൾ ഇഷ്യൂ ഉള്ളവർക്കല്ല. അല്ലാത്തവർക്ക് ഹാർട്ടിന് നല്ലതാണ്, ബ്രെയിൻ ഫങ്ഷൻസിന് നല്ലതാണ്. കൊളസ്ട്രോളും സോഡിയം ഇഷ്യൂസ് ഉള്ളവർക്ക് പോർക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതൊക്കെ ഒന്നും നമ്മൾ ഡെയിലി കഴിക്കുന്ന സാധനങ്ങളല്ലല്ലോ. ഡെയിലി കഴിച്ചാൽ റിസ്ക് ആണ്. കാരണം ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട്. നല്ലപോലെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഇച്ചിരിയൂടെ വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ആ പോർക്ക് വേവിച്ച് വെച്ച വെള്ളം ഇതിൽ ഒഴിക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഇച്ചിരി ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിടാത്തതാണ്. ഇതിൽ കിടന്നും കൂടെ കുറച്ച് നേരം ഇതൊന്ന് വേകാനുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് മസാല പിടിക്കുകയും 5-10 മിനിറ്റ് ഞാൻ ഇതിലും കൂടി ഇട്ടൊന്ന് വേവിക്കുകയാണ്. നല്ലപോലെ വേവിച്ചിട്ടുണ്ട്. നല്ല ഉള്ളിലെ ഇറച്ചിയൊക്കെ ഈ ഗ്രേവിയിൽ കിടന്നിട്ടൊന്ന് വേവാനുണ്ട്. മസ്റ്റേർഡ് സോസും കൂടി ഇടുക. മസ്റ്റേർഡ് സോസ് നമ്മൾ ആദ്യമേ വേവിക്കുമ്പോഴൊന്നും ഇടുന്നില്ല, കാരണം അതിന് ചിലപ്പോൾ ഒരു കയ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. വിനിഗർ ഒഴിച്ചു കൊടുത്തു. ഇനി മസ്റ്റേർഡ് സോസും വിനിഗറും ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കുറച്ച് വെന്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ്. ഇതിന്റെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ആ മസ്റ്റേർഡ് സോസാണ്. എല്ലാവരും ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിലേക്ക് തന്നെ ഒതുക്കി വെക്കാതെ നിങ്ങളുടെ പരിചയക്കാരിലേക്കൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ. ബ്രൗൺ ഗേൾ വളരാൻ നിങ്ങളൊക്കെ തന്നെ ഒന്ന് നിങ്ങളുടെയൊക്കെ കൂടെ പ്രയത്നത്തിലൂടെയാണ് ബ്രൗൺ ഗേൾ മുന്നോട്ട് വളരാൻ പോകുന്നത്. അതുകൊണ്ട് ആരും മടി വിചാരിക്കണ്ട. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നിങ്ങൾ തനിയെ ഇരുന്ന് ആസ്വദിക്കാതെ എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. ഇപ്പം നമ്മളുടെ സ്ലൈസ്ഡ് പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഡിഷാണ് ഈ ഇരിക്കുന്ന മസ്റ്റേർഡ് സോസ്. അപ്പോൾ മസ്റ്റേർഡ് സോസ് നമ്മൾക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതാണല്ലോ. വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കും.
ഇതിപ്പോ റെഡിമെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് ഹാർഡായിരിക്കും. മുസാഡ്, അതായത് മസ്റ്റേർഡ് സോസ്. അപ്പൊ അതിൽ ഞാൻ ഇച്ചിരി വിനിഗറും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കുന്നത് പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. പോർച്ചുഗീസുകാരാണ് നമ്മൾ ഈ ഡിഷ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മുസാഡ് എന്നൊക്കെ പറയുന്നത്. ഈ മസ്റ്റേർഡ് സോസിൽ ഇതൊന്ന് മുക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഫാറ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അതും കഴിക്കുകയാണ്. കഴിച്ച് പരിചയമില്ലാത്തവർക്ക് ചിലപ്പോൾ പറ്റില്ല. അപ്പൊ ഫാറ്റ് അങ്ങോട്ട് ഊരി മാറ്റിയാൽ മതി. ഞാനിപ്പോ ഫാറ്റോട് കൂടി കേട്ടോ കഴിക്കുന്നത്. വെരി ടേസ്റ്റി. സൂപ്പർ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. കുട്ടികൾക്ക് ബീട്രൂട്ട് കൂടെ കഴിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്ലൈസ് ബ്രെഡ് കൂടെ കഴിക്കാൻ കേട്ടോ. അത് എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you all soon again. Thank you. Bye-bye.